ഞാൻ പണ്ടൊരു പ്രായത്തിൽ എനിക്കിങ്ങനെ ഫുൾ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മളപ്പോഴും നല്ല ദൈവവിശ്വാസമുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, അച്ഛനും അമ്മയൊക്കെ ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയൊക്കെയാണ്. അച്ഛനത്ര ഭക്തിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അച്ഛനങ്ങനെ അമ്പലത്തിലൊന്നും പോകാറില്ല അങ്ങനത്തെ ഒക്കെ, പക്ഷെ വിശ്വാസമുണ്ട്. എൻ്റെ അപ്പൻ അവസാനം എൻ്റെ കല്യാണത്തിന് വന്നിട്ടില്ല പള്ളിയിൽ. അപ്പോൾ അതിനിടെ വേറെ തമാശ ആലോചിക്കാൻ പോയി. അത് അപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെ ആയിരുന്നു ആ ഒരു. ഞാനപ്പോൾ ഒരു പ്രായം ഒരു 8-ലും 9-ലും ഒക്കെ ആയപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് വലിയതായിട്ട് ദൈവമൊന്നുമില്ല, അങ്ങനത്തെ വലിയ ആ ഒരു വിശ്വാസം ഇല്ലായ്മ വന്നു തുടങ്ങി. പിന്നെ ഒന്നാമത്തിന് മടിയാണ് ആ പ്രായത്തിൽ അമ്പലത്തിൽ പോക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ എക്സ്ട്രാ ഒരു ടാസ്ക് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നാമം ചോദിക്കാൻ അങ്ങനെയൊക്കെ ഒരു ചമ്മലും സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത് ഞാൻ പിന്നെ വിചാരിച്ചതില്ല, ദൈവമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലൈഫിലൊരു ഭയങ്കര ഒരു ഹാർഡിൽ ഞാൻ അറിയാതെ ദൈവത്തിന് വിളിച്ചു പോയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ അമ്മയ്ക്കൊരു ദിവസം വയ്യാണ്ടായി പോയ സമയത്ത് ഒരു ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് വേറൊരു മാർഗ്ഗമില്ല, പാടെ പ്രാർത്ഥിക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ അന്ന് ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ദൈവം ഇല്ല എന്നുള്ള സാധനം വിചാരിച്ചതോടെ കൊണ്ടായിരിക്കാം നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് പിന്നെ ദൈവം പ്രതികാരം ചെയ്യുന്നു അങ്ങനെ വിചാരിക്കുന്നൊരു മണ്ടപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ പിന്നെ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. അതായത് ഇതൊരു പോസിറ്റീവ് പരിപാടിയാണ്, നമുക്ക് അങ്ങനെ നമ്മളെ പോസിറ്റീവായിട്ട് നിർത്താൻ വേണ്ടി നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ബേസിക്കലി ഒരു കുമ്പസാരം പരിപാടിയാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും, നമ്മളത് ചെയ്യും. അതാണ് ഇല്ല, എനിക്കും ആ ദൈവവിശ്വാസം ഇടയ്ക്ക് വെച്ചിട്ട് ഇത് എത്തീസം പിന്നെ റിവേഴ്സ്. ഇപ്പൊ എനിക്ക് നല്ല ദൈവവിശ്വാസമുണ്ട്. അല്ല അത് ഇത് നീ പറഞ്ഞ സാധനം ഫുള്ള് ശ്രീനിവാസൻ ചിന്താവിഷ്ടയായ ശ്യാമള എന്നതിന്റെ ക്ലൈമാക്സിൽ ആളുടെ ഒരു മോണോലോഗ് പോലത്തെ ഒരു സാധനം ഉണ്ട്. മനുഷ്യൻ അങ്ങനെയാണ്, ഒരു പ്രായത്തിൽ അവൻ ഈശ്വരവിശ്വാസിയും പിന്നെ നിരീശ്വരവാദിയും വിപ്ലവകാരിയും ഇതൊക്കെ ഓരോ പ്രായത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നു പറഞ്ഞിട്ട് ആള് ഭയങ്കര രസമായിട്ടൊരു അല്ല. എൻ്റെ അച്ഛൻ ഇപ്പൊ തിരിച്ച് അത് തന്നെ ഈ ഒരു പ്രായം അച്ഛന് ഭയങ്കര ഭക്തി. ഇപ്പം അച്ഛൻ എല്ലാ ദിവസവും വൈകുന്നേരം കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കണം, നാമം ജപിക്കും, കൃത്യമായിട്ട് അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ പണ്ട് അമ്മയൊക്കെ കൊണ്ടുവരും, ഇപ്പം അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് അമ്പലത്തിൽ. പക്ഷെ അവരങ്ങനെ ഈ ഒരു ഏജിൽ രണ്ടുപേരോട് ഒരുമിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് പറഞ്ഞൊക്കെ ഭയങ്കര പോസിറ്റീവ്